കേരളത്തിന്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം? തെരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. ഇടുക്കി നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. UDF-നും LDF-നും ഏറെ വോട്ട് വിഹിതമുള്ള മണ്ഡലത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് NDAയും. കാൽ നൂറ്റാണ്ടായി റോഷി അഗസ്റ്റിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. വിശദാംശങ്ങളുമായി തുളസി പ്രസാദാണ് ചേരുന്നത്. തുളസി, 2001 മുതൽ റോഷി അഗസ്റ്റിന്റെ കുത്തക മണ്ഡലമാണ് ഇടുക്കി എന്ന് നമുക്കെല്ലാം അറിയാം. UDF-ന് വേണ്ടി ഘടകകക്ഷികളാണ് സാധാരണ ഇടുക്കിയിൽ മത്സരിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ റോഷി അഗസ്റ്റിന്റെ കുത്തക അവസാനിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല 2016 തെരഞ്ഞെടുപ്പിൽ BDJS-ന് 27,000-ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2021 ആയപ്പോഴേക്കും അത് 9,000-ആയി ചുരുങ്ങി. പക്ഷേ ഇത്തവണ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് NDA ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, വിദൂര മേഖലകളിൽ വരെ എത്തിച്ചേരാനും തൊഴിലാളികളുടെയും ആദിവാസികളുടെയും പ്രശ്നങ്ങൾ ഇടപെടാനും സാധിക്കുന്നവർക്കാണ് ഇടുക്കിയിൽ എന്നും മുൻഗണന ലഭിച്ചിട്ടുള്ളത്. അതായത് പ്രത്യയശാസ്ത്രത്തെക്കാൾ ജനങ്ങളോടുള്ള പ്രതികരണ ശേഷിയിലാണ് അവിടെ പ്രാധാന്യമുള്ളത്. എങ്ങനെ വിലയിരുത്താം ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ? വിദ്യ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിലവിൽ ഇടുക്കി നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മൂന്ന് മുന്നണികളും തികഞ്ഞൊരു വിജയ പ്രതീക്ഷയിലാണ് ഉള്ളത്. UDF-നും LDF-നും ഏറെ വോട്ട് വിഹിതമുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി നിയോജക മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF LDF പോരാട്ടം മണ്ഡലത്തിൽ കനക്കും എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ NDA മണ്ഡലത്തിൽ ചുവടുറപ്പിക്കാൻ ഒരു ശ്രമവും ഇത്തവണ ഇടുക്കി മണ്ഡലത്തിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കും. ഇത്തവണത്തെ മത്സരത്തിൽ LDF-ന് വേണ്ടി കേരള കോൺഗ്രസ് M നേതാവ് റോഷി അഗസ്റ്റിൻ, നിലവിലെ സിറ്റിംഗ് MLA ആണ് ഇടുക്കി മണ്ഡലത്തിന്റെ. അദ്ദേഹം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇടുക്കി മണ്ഡലത്തിന്റെ MLA ആയി തുടരുകയാണ് റോഷി അഗസ്റ്റിൻ. അദ്ദേഹം തന്നെയാണ് ഇത്തവണ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. UDF-നായി കോൺഗ്രസിന്റെ റോയ് K. പൗലോസ് ആണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായിരുന്നു ഈ ഒരു സീറ്റ് UDF-ൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന്റെ തന്നെ നേതാവാണ് ഇടുക്കി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. റോയ് K. പൗലോസ് ആണത്. ഇനി NDA സ്ഥാനാർത്ഥിയായി BDJS-ന്റെ പ്രതീഷ് പ്രഭയാണ് മത്സര രംഗത്തെ ഇറങ്ങുന്നത്. ഇടുക്കി മണ്ഡലത്തിൽ BDJS-ന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2001 മുതൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി റോഷി അഗസ്റ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. 2001 മുതൽ അദ്ദേഹം ഇടുക്കി MLA ആയി തുടരുന്നുണ്ട്. റോഷിയെ പരാജയപ്പെടുത്തണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച ഒരു സീറ്റ് ഇത്തവണ UDF-ൽ കോൺഗ്രസ് അത് നേരിട്ട് ഏറ്റെടുക്കുകയും പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇടുക്കിയിൽ കോൺഗ്രസിൽ നിന്ന് ഉയർന്ന ഒരു ആവശ്യമായിരുന്നു ഇത്തവണ ഇടുക്കി മണ്ഡലം കോൺഗ്രസ് നേരിട്ട് ഏറ്റെടുക്കണം എന്നുള്ളത്. എന്തായാലും ഇത്തവണ മത്സരം കടുക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസിന് കുറച്ചുകൂടി വോട്ട് ശതമാനം ഉള്ളൊരു മേഖലയായതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് മത്സരിക്കുന്നത് കൊണ്ട് വോട്ട് വിഹിതം കൂടാൻ ഒരു സാധ്യതയും കാണുന്നുണ്ട്. പരമ്പരാഗത വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിന് എത്തിച്ചേരും എന്നൊരു വിശ്വാസവും കോൺഗ്രസിനുണ്ട്. NDA സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന നിമിഷം വരെ ഒരു സസ്പെൻസ് ഇടുക്കി മണ്ഡലത്തിൽ നിറഞ്ഞിരുന്നു. പീരിമേട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും എന്നായിരുന്നു നേരത്തെ BDJS-ന്റെ പ്രതീഷ് പ്രഭ നേരത്തെ ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. പിന്നീടാണ് സസ്പെൻസായി ഇടുക്കി മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നതും. നിലവിൽ BDJS-ന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് പ്രതീഷ് പ്രഭ. ഇനി ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള വികസന പ്രശ്നങ്ങളും അല്ലെങ്കിൽ വോട്ടർമാരുടെ അവരുടെ ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഭൂപ്രശ്നങ്ങളൊക്കെയാണ് പ്രധാനമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഈ കട്ടപ്പന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഷോപ്പ് സൈറ്റ് പട്ടയ പ്രശ്നങ്ങളും മണ്ഡലത്തിലെ വോട്ടുകൾ അനുകൂലമാകാൻ ഒരു കാരണമാകുമെന്ന് UDF ക്യാമ്പ് കരുതുന്നുണ്ട്. നിലവിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് UDF-ന് ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ തന്നെ ഇത്തവണ
വിജയത്തിന് ഇടുക്കി മണ്ഡലം പിടിച്ചെടുക്കാൻ ഒരു കാരണമാകും, അല്ലെങ്കിൽ ഇടുക്കിയിൽ ഒരു കോൺഗ്രസിന് ഒരു MLA ലഭിക്കുമെന്നൊരു വിജയപ്രതീക്ഷ UDF-നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും UDF-ന് ലഭിച്ചിരുന്നു. ഇതും വിജയപ്രതീക്ഷ കോൺഗ്രസിനെ കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. നിലവിൽ ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചുള്ള വികസന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാരുടെ പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഭൂപ്രശ്നം, വന്യജീവി ശല്യം, ഇടുക്കി ഹൈഡൽ ടൂറിസം പദ്ധതികൾ, റോഡ് വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ വോട്ടർമാർക്ക് പറയാനുണ്ട്. ഈ 1/4 നൂറ്റാണ്ട് കാലം MLA എന്ന നിലയിലും കഴിഞ്ഞ പിണറായി സർക്കാരിലെ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന നിലയിലും ഒക്കെ തന്നെ റോഷി അഗസ്റ്റിൻ എത്രത്തോളം ഇടുക്കി മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നതിനുള്ളൊരു ഉത്തരം. അതെ, ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി. ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇന്ന് പോൾ പൾസിലൂടെ നമ്മൾ വിശകലനം ചെയ്തത്. വിശദാംശങ്ങൾ നൽകിയത് തുളസിയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.